കാലിക്കറ്റിലുള്ള കോസ്റ്റ് ലൈൻ എം ജിയിലാണ് വന്നിരിക്കുന്നത് ആൻഡ് അവർ നമുക്കിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വണ്ടി എം ജി ആസ്റ്റർ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഡ്രൈവിംഗ് ആണ്. ഇതിന് വന്നേക്കുന്നത് ഒരു 1.3 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. സോ ബിഫോർ ഐ ഗെറ്റ് ടു ദി പെർഫോമൻസ് ആസ്പെക്ട് ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം എന്ന് പറയുന്നതാണ്. ബിക്കോസ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത് എനിക്ക് ഇതിൻ്റെ ഗ്രില്ലാണ്. എം ജി ഇതിന് പറയുന്നത് ബോൾ സെലഷ്യൽ ഗ്രില്ലെന്നാണ് ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു 9 ക്രിസ്റ്റൽ ഡയമണ്ടിൻ്റെ ഈ ഒരു 9 സ്ട്രൈപ്സ് കാണാവുന്നതാണ് ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. അതുപോലെ തന്നെ ആസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദി വൈഡസ്റ്റ് ആൻഡ് ദി ലോങ്ങസ്റ്റ് കാർ ഇൻ ദി സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് ഓൾസോ ദ വീൽ ബേസ് ഇസ് ദി ഹയസ്റ്റ് ഇൻ ദി സെഗ്മെൻറ്റ്. സോ നമ്മൾ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഇറ്റ് ഫീൽസ് വെരി ഗുഡ് ആക്ച്വലി. ആൻഡ് നമ്മൾ സൈഡ് നോക്കുമ്പോൾ ആസ്റ്റർ ലുക്സ് ലൈക്ക് എ വെരി പ്രീമിയം ആൻഡ് ഒരു ലക്ഷറി എസ് യുടെ ഒരു ഫീൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്റ്ററിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഏത് ആംഗിൾ നോക്കിയാലും ദിസ് കാർ ലുക്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് ഒരു ആംഗിൾ ചില വണ്ടികളുണ്ടല്ലോ മുന്നിൽ നോക്കിയാൽ ഭംഗി ഉണ്ടാവും, ബാക്ക് നോക്കി ഭംഗി ഉണ്ടാവില്ല. ആ ഒരു എഫക്റ്റ് അല്ല ആസ്റ്ററിന്. ആസ്റ്റർ ലുക്സ് ബ്യൂട്ടിഫുൾ ഫ്രം എവറി ആംഗിൾ. ഇവിടെ ആസ്റ്റർ എന്നുള്ളൊരു റൈറ്റിംഗ് നമുക്ക് കാണാം ആൻഡ് ZS എന്നിവിടെ കാണാം. എഡാസ് കാണാം. ഇതിന് 14 ലെവലാണ് ഇതിൻ്റെ എഡാസ് വരുന്നത്. ലെവൽ 2 14 ഫീച്ചേഴ്സ് വരുന്ന അഡാസിൻ്റെ ഒരു സിസ്റ്റം ഇതിന് വരുന്നത്. പറയേണ്ട വേറൊരു സംഭവം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഓഫ് റോഡ് അത്യാവശ്യം മൈൽ ട്രയൽസിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നത് അത്യാവശ്യം മോഷൻ സ്ട്രെച്ച് ത്രൂ ആണ് ആൻഡ് ഒരു രീതിയിലുള്ള അടി തട്ടുന്ന ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആൻഡ് ഇറ്റ് ഫീൽസ് വെരി ഗുഡ്. കാരണം ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് എടുത്ത് പറയേണ്ടതാണ്. കാരണം നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്കും ആ ഒരു റൈഡ് ക്വാളിറ്റി നമുക്കിതിന് കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് അതിന് കൂടുതൽ പറയാം. അതുപോലെ തന്നെ 215 55 R17 17 ഇഞ്ചേഴ്സാണ് ഇതിൻ്റെ അലോയ്സ് വരുന്നത്. ഇതിൻ്റെ അലോയ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഓവറോൾ ആ പ്രൊപ്പോർഷനേറ്റ് ലുക്കിനായിട്ട് വളരെയധികം ജെല്ല് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് അലോയ് ഡിസൈനാണ് നമുക്ക് എം ജി ആസ്റ്ററിൽ വരുന്നത്. ആൻഡ് നമുക്കിവിടെ ഒരു ഈ ബ്രിഡ് ഡൈനാമിക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് 1.3 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കിന് മാത്രം വരുന്ന ഒരു എംബ്ലംസും കാര്യങ്ങളൊക്കെയാണ്. ഈ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് മാത്രം വരുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് ഇന്ത്യയിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ഓവറോൾ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ആസ്റ്റർ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലുക്കിംഗ് ഇൻ ദിസ്. ആസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. നമുക്കിത് ഓപ്പണിംഗ് വരുന്നത് എങ്ങനെയാണ്. എം ജിയുടെ ലോഗോയിൽ എന്നെ പിടിച്ച് തിരിച്ചാൽ മതി. ഇൻറ്റീരിയർ സ്പേസും ബൂട്ട് സ്പേസൊക്കെ വളരെ നല്ല രീതിയിൽ എം ജി അതിനുള്ളൊരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസ് നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ കാര്യമായാലും ഇൻറ്റീരിയർ സ്പേസ് ആയാലും ഫീൽ ചെയ്യുന്നില്ല. ബാക്കി നമുക്ക് ഇൻറ്റീരിയർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. നമുക്ക് ലെഫ്റ്റിൽ സ്പീഡോമീറ്ററും റൈറ്റിൽ ടാക്കോമീറ്ററൊക്കെയാണ് കാണുന്നത്. ടാക്കോമീറ്റർ നമുക്ക് ഡിജിറ്റലായിട്ടും കാണാം. അതുപോലെ തന്നെ ആ ഒരു റെവ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലൈംബിങ്ങും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫ്യൂവൽ ഗേജ് ലെഫ്റ്റിൽ കാണാവുന്നതാണ്. ആൻഡ് ടോട്ടൽ നോക്കുമ്പോൾ ആസ്റ്റർ ലുക്സ് വെരി ഗുഡ് ഫ്രം ഔട്ട് സൈഡ്. ഓൾസോ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യമായാലും മീറ്റർ കൺസോളിൻ്റെ കാര്യമായാലും ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് മോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് SUV. ആസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന് ഇൻറ്റീരിയേഴ്സ് ആണ്. ബിക്കോസ് ഇൻറ്റീരിയർ ഫീൽസ് വെരി ഗുഡ്. നല്ല രീതിയിലുള്ളൊരു പ്രീമിയം ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോക്കിംഗ് റോബോട്ടിൻ്റെ ഒരു സംഭവം അവിടെ കാണാം. അത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വോയിസ് റെക്കഗ്നിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. Hello Astor. I'm here. Open sunroof. കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അത് നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് അത് ഓപ്പൺ ചെയ്ത് തരും. ഇനിയിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഹലോ ആസ്റ്റർ, I am listening. ക്ലോസ് സൺറൂഫ്. ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്തോളൂ. നമ്മൾ വെറുതെ ഈ സ്വിച്ചസൊക്കെ പ്രസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ടച്ച് സ്ക്രീനിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം വളരെ റെസ്പോൺസീവായ നല്ല രീതിയിലുള്ള ഒരു ഫീച്ചർ റിച്ച് ആയ ഒരു ടച്ച് സ്ക്രീനാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഡിജിറ്റലായിട്ടുള്ള സ്പീഡോമീറ്ററും ഡിജിറ്റലായിട്ടുള്ള ടാക്കോമീറ്ററും ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സ്, എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയുന്ന വേറെ സംഭവം, ഇതിൻ്റെ ഈ ഒരു ഡാഷിൻ്റെ മേലത്തെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ് ടച്ച് എക്സ്പീരിയൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം കാറിൻ്റെ ഒരു ഫീല് നമുക്ക് ആസ്റ്ററിന് കിട്ടുന്നുണ്ട്. ഓവറോൾ ഇൻറ്റീരിയർ ഫീൽസ് വെരി ഗുഡ്. ആൻഡ് ഓൾസോ ദ സ്പേസ്. ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എൻ്റെ ഹൈറ്റ് 6 feet ആണ്. ആൻഡ് ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഇൻ ഹിയർ. ഒരു രീതിയിലുള്ള ഒരു സ്പേസിൻ്റെ ഡിഫ്ലിക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്രണ്ടിലായാലും എൻ്റെ ബാക്ക് സീറ്റിലായിരുന്നു കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം വളരെ എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. കാരണം നല്ല രീതിയിലുള്ളൊരു സ്പീക്കർ സിസ്റ്റമാണ് ഇത് വരുന്നത്. ബാക്കി നമുക്ക് ബാക്ക് സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആസ്റ്ററിൻ്റെ ബാക്ക് സീറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. കാരണം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഈ ആമർച്ചി തന്നെ നമുക്ക് ഈ ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുള്ളൊരു ട്രേ വരുന്നുണ്ട്. ഈ ഒരു സംഭവം വളരെ റയറാണ്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് എല്ലാ വണ്ടിക്കും വരുന്നതാണ്. പക്ഷേ ഈ ഒരു ട്രേൻ്റെ കാര്യം നമുക്ക് എല്ലായിടത്തും കിട്ടുന്നില്ല. ആൻഡ് ഓൾസോ യു ഗെറ്റ് ചാർജസ്. നമുക്ക്
നമുക്ക് 2 USB ചാർജസ് വരുന്നുണ്ട്. AC വെൻറ്റ് നല്ല രീതിയിലുള്ളൊരു ത്രോവും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്പേസ് ഇസ് വെരി ഗുഡ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. ആൻഡ് യു ഗെറ്റ് 3 ഹെഡ്റെസ്റ്റിൻ്റെ 3 വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദിസ് പാനറോമിക് സൺറൂഫിന് ഒരു എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. കാരണം നല്ലൊരു ഈ പാനറോമിക് സൺറൂഫ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എയറി ഫീൽ നമുക്ക് ഇൻറ്റീരിയറിൽ തരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം സ്പേസിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. സംഭവം ആസ്റ്ററിന് 6 എയർ ബാഗ്സ് വരുന്നതാണ്. സോ സേഫ്റ്റി വൈസ് MG ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും ആസ്റ്ററിന് വരുത്തിയിട്ടില്ല. 6 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, ട്രാക്ഷൻ റോൾ ഉണ്ട്, EBD ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബാക്കി പോലെ MG അറ്റൻഷൻ ടു ഡീറ്റെയിൽ നല്ല രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു റെഡ് കാലിപ്പേഴ്സ്. നമുക്ക് MG പെട്രോൾ ഓട്ടോമാറ്റിക് ടർബോനും അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോം എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിനാണ് ഈ ഒരു റെഡ് കാലിപ്പേഴ്സ് വരുന്നത്. അത് നമ്മുടെ ഓവറോൾ ലുക്സിനെ ഒരു എൻഹാൻസ് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഓടിക്കുന്നത് MG ആസ്റ്ററിൻ്റെ ടർബോ പെട്രോൾ വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതൊരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. സോ ബിഫോർ എവറിത്തിങ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സ്മോൾ വീൽ സ്പിൻ ഓവർ ദർ. സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 1.3 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസിങ് 138 ഹോഴ്സ് പവർ ആൻഡ് 220 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. ആൻഡ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഈസ് വെരി ഗുഡ്. ഗെറ്റ് ഓൺ ദ ഗ്യാസ് ആൻഡ് ദിസ് തിങ് ജസ്റ്റ് ടേക്സ് ഓഫ്. നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ബോഡി റോളോ അതിന് ഒരു രീതിയിലുള്ള ഒരു നെർവസ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഗിയർ ബോക്സാണ്. കാരണം ഗിയർ ബോക്സ് ഇസ് വെരി സ്മൂത്ത്. ഗിയർ മാറുന്ന അറിയുന്നില്ല. ഇതിപ്പോൾ ഒരു എന്താ പറയുക CVT ഗിയർ ബോക്സിൻ്റെ അത്രയ്ക്ക് സ്മൂത്താണ് ഈ ടോക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്. അതുപോലെ തന്നെ ഇതിനൊരു ലാഗ് ഇല്ല. പിന്നെ ജസ്റ്റ് ഗെറ്റ് ഓൺ ദ ഗ്യാസ് ആൻഡ് ഇറ്റ് ജസ്റ്റ് മൂവ്സ്. ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇല്ലായ്മ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. സിറ്റീസിലായാലും ഹൈവേസിലായാലും ഒക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഈ ഒരു എഞ്ചിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു എഞ്ചിൻ ടൈമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 0 to 100 ഏകദേശം 10.5 സെക്കൻഡ്സ് ആണ് വരുന്നത്. ദാറ്റ് മേക്സ് ഇറ്റ് ഓൾമോസ്റ്റ് ദി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ അത് എത്തി 0 to 100. പിന്നെ ഇതേ ഒരു ആസ്റ്റർ നമുക്ക് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ പാഡ് വിത്ത് CVT ഗിയർ ബോക്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഇത്ര പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് അത്യാവശ്യം സ്മൂത്ത് ആണ്, റിഫൈൻഡ് ആണ്. പിന്നെ നമുക്കൊരു അത്ര ഒരു ഡൈഹാർഡ് ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ CVT ഗിയർ ബോക്സ് ആ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഇസ് ടോട്ടലി ഫൈൻ. പിന്നെ നമുക്ക് ഈ പതുക്കെ പോകുമ്പോഴൊക്കെ എഞ്ചിൻ്റെ സൗണ്ട് ഒന്നും ഉള്ളിലേക്ക് കേൾക്കുന്നില്ല. വളരെ റിഫൈൻഡ് ആണ്, വളരെ സ്മൂത്ത് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്. ബിക്കോസ് നമുക്ക് ഈ ബോണറ്റ് കംപ്ലീറ്റ്ലി കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് പോകുമ്പോൾ ഒരു ടൈറ്റ് ക്യാപ്സിലൂടെ എല്ലാം എടുത്ത് പോകുമ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ലോ സ്പീഡ്സിൽ നല്ല ലൈറ്റാണ്, ഹൈ സ്പീഡ്സിലാകുമ്പോൾ ഹാർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ടോട്ടൽ ഫീൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ ഓടിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. പിന്നെ നല്ലൊരു സ്ട്രെച്ച് കിട്ടുമ്പോൾ ജസ്റ്റ് ഗെറ്റ് ഓൺ ദ ഗ്യാസ്, ഇൻസ്റ്റന്റ് ആണ്, റെസ്പോൺസ് ഇൻസ്റ്റന്റ് ആണ്. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ പാർട്ട് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് സ്പോർട്ട് മോഡ് വരുന്നുണ്ട്. സ്പോർട്ട് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് മാറ്റാം. ഇപ്പോൾ 3, 2 സെക്കൻഡ് ഗിയർ നമുക്ക് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ വരുമ്പോൾ ആ ഒരു ഫുള്ള് ശരിക്കും നല്ല രസമാണ്. പിന്നെ നമുക്ക് ജർമ്മൻ കാസിൻ്റെ പോലെ തന്നെ ലെഫ്റ്റിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ടേണിംഗ് റേഡിയസ് അത്യാവശ്യം സ്മോളാണ്. ഞാനിവിടെ തിരിച്ച് കാണിച്ചു തരാം. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീലും ഫീഡ്ബാക്കൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഇവിടുന്ന് നിർത്തിയിട്ട് വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്പോർട്ട് മോഡാണ്. ആൻഡ് ലെഫ്റ്റ് ഫുട്ട് ഓൺ ദ ബ്രേക്ക്, റൈറ്റ് ഫുട്ട് ഓൺ ദി ആക്സിലേറ്റർ. നമുക്കിങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫുൾ 60, 70, 80, 90 ആൻഡ് ദാറ്റ്സ് 100. ഏകദേശം 10 സെക്കൻഡ്സിൽ 100 എത്തി. ശരിക്കും ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇതിന് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിന് നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ മൈ 2024 എന്ന് പറഞ്ഞ ഒരു വേരിയന്റിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതിനെല്ലാം പുറമെ ഈ ടർബോ വേരിയന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പെർഫോമൻസ് ആസ്പെക്ടിന് വേണ്ടിയിട്ടാണല്ലോ. MGയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരു ഫാമിലി കാറിൽ വേണ്ട എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് കംഫോർട്ട് വേണം, ഡ്രൈവിംഗ് ഫണ്ട് വേണം, സ്പേസ് വേണം, ഫീച്ചേഴ്സ് വേണം. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു വണ്ടിയാണ് MG ആസ്റ്റർ. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു ഫാമിലിയിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ടർബോ വേരിയന്റ് ഇസ് ദ ബെസ്റ്റ്. ജസ്റ്റ് ഗെറ്റ് ഓൺ ദ ഗ്യാസ്. എനിക്ക് ശരിക്കും ഇത് കാല് കൊടുക്കാൻ തന്നെ തോന്നുകയാണ്. കാരണം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി, നല്ല രീതിയിലുള്ള പെർഫോമൻസ്, ഗിയർ ബോക്സിൻ്റെ ആ ഒരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇറ്റ് ഫീൽസ് വെരി ഗുഡ്. പിന്നെ ഈ മൈ റോബോട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ലെഫ്റ്റ് കർവ് എവേർട്ട്, റൈറ്റ് കർവ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അത് നമുക്കൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. പിന്നെ ഈ ഒരു ടോക്കിംഗ് റോബോട്ടിന് വേറെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഈ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ
നല്ല രീതിയിൽ നോക്കുന്നതാണ്. ADAS നമുക്കൊരു ലെവൽ 2 14 ഫീച്ചേഴ്സ് വരുന്ന ADAS ഫീച്ചേഴ്സാണ് വരുന്നത്. അതിൽ നമുക്ക് ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് വരുന്നുണ്ട്, റിയർ ഡ്രൈവ് അസിസ്റ്റ് വരുന്നുണ്ട്, ലെയിൻ അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്, സ്പീഡ് അസിസ്റ്റന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ദിസ് മേക്സ് ഇറ്റ് വൺ ഓഫ് ദ സേഫസ്റ്റ് മോസ്റ്റ് ഫൺ ആൻഡ് ഒരു ഓവറോൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞൊരു ഫാമിലി കാർ ആയിട്ടാണ് എനിക്ക് MG ആസ്റ്ററിൻ്റെ ഈ ഒരു ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ഫീൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് മൈ റിവ്യൂ അബൌട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്. MGയുടെ തന്നെ കൂടുതൽ വണ്ടീസിൻ്റെ വീഡിയോസ് തന്നെ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇതിൻ്റെ ആസ്റ്ററിൻ്റെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും. എനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തത് കോസ്റ്റ് ലൈൻ MG ആണ്, കാലിക്കറ്റിലുള്ള. സോ പ്ലീസ് ഡു ഗെറ്റ് ഇൻ ടച്ച് ദം. അവർ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു. Left turn ahead.